പാർട്ട്നേഴ്സ് അക്കാദമിയുടെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്ന ഭാഗത്തിൻ്റെ 16ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാസ്റ്റർ. ഒരു 40-41 വർഷത്തെ അക്കൗണ്ടൻസി പഠിപ്പിച്ചിട്ട് കഴിഞ്ഞ ഒരു 4-5 ക്ലാസ്സുകൾ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ ഉദ്ദേശിച്ചുകൊണ്ട് ഇട്ടിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും പരീക്ഷയ്ക്ക് വരികയും കുട്ടികൾ അത് പ്രതികരിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി 24-ാം തീയതി +2 അക്കൗണ്ടൻസിയുടെ പരീക്ഷയാണ്. അതിനകത്തെ പ്രധാന പാഠങ്ങൾ ഒന്ന് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പാഠം +2-ന് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. Section 4 of the Indian Partnership Act 1932 defines partnership as the relation between two or more persons who have agreed to share profits of the business carried on by all or any of them acting for all. 1932 പങ്കാളിത്ത നിയമം അനുസരിച്ച് വ്യക്തികൾ സ്വമേധയാ സംഘടിച്ച് രൂപീകരിക്കുന്ന സംഘടനാ രൂപമാണ് പങ്കാളിത്തം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ പങ്കാളിത്ത സ്ഥാപനത്തിൽ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രത്യേകം വരയ്ക്കുന്നു. The most important items to be shown on the credit side and the debit side of the partners capital account are വർഷാവസാനം വരയ്ക്കുന്നതുകൊണ്ട് ഡേറ്റ് കോളത്തിൻ്റെ ആവശ്യമില്ല. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് 4 കോളം. ഈ വർഷമാണ് ബിസിനസ് ആരംഭിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത് ക്യാഷ്. ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ഐറ്റം ബൈ ക്യാഷ്. സെക്കൻഡ് ഇയർ മുതൽ ബാക്കി എല്ലാ വർഷങ്ങളിലും ബാലൻസ്. ചുരുക്കത്തിൽ ഒന്നുകിൽ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാലൻസ് എന്നുള്ളത്. പങ്കാളികൾ കൊണ്ടുവന്ന മൂലധനത്തിന്മേൽ പലിശ കൊടുക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിൽ രണ്ടാമത്തെ ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. കൂടുതൽ മൂലധനം കൊണ്ടുവരാൻ വേണ്ടി പങ്കാളികളെ പ്രേരിപ്പിക്കലാണ് ഇതിനുള്ള ഉദ്ദേശം. കൂടുതൽ മൂലധനം കൊണ്ടുവരുന്നവർക്ക് കൂടുതൽ പലിശ കിട്ടും. കുറച്ച് മൂലധനമാണെങ്കിൽ അവർ കുറച്ച് പലിശ മാത്രമേ കിട്ടുകയുള്ളൂ. മൂന്നാമത്തെ ഐറ്റം ബൈ സാലറീസ്. ദൈനംദിന വ്യാപാര ഭരണകാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തികളെയാണ് സജീവ പങ്കാളി അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ട്ണർ എന്ന് വിളിക്കുക. ആ ആക്റ്റീവ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന അഡീഷണൽ പ്രതിഫലമാണ് റെമ്യൂണറേഷനാണ് സാലറീസ്. സാധനങ്ങളുടെ പർച്ചേസിനോടും സെയിൽസിനോടും കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പങ്കാളികൾക്ക് വിറ്റതിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ കൊടുക്കാൻ തീരുമാനിക്കാം. ലാസ്റ്റ് ഐറ്റമാണ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ലാഭത്തിൻ്റെ ഓരോ വീതം. ഒന്നുകിൽ പറഞ്ഞിരിക്കുന്ന മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന റേഷ്യോയിൽ ലാഭത്തിന് വീതം വയ്ക്കുക. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ദേ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. എല്ലാവരും ലാഭം തുല്യമായിട്ട് വീതം വയ്ക്കണം. ഇതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 5 ഐറ്റംസ് ടു ബി ഷോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ to drawings, withdrawal of money by the partner for his personal or domestic purpose, to interest on drawings. ഇതാണ് പ്രധാനപ്പെട്ട ഐറ്റം. ഇനി ലാഭമല്ല നഷ്ടമാണെങ്കിൽ വളരെ അപൂർവമായിട്ട് നഷ്ടം വരും. അപ്പോൾ ചെയ്യാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു, ടോട്ടൽ ചെയ്തു, മിച്ചം ബാലൻസ് ചെയ്തു, മിച്ചം കിട്ടിയിരുന്നതിന് ടു ബാലൻസ് ക്യാരിഡ് ഔട്ട്. ആ ബാലൻസ് നെക്സ്റ്റ് ലൈനിലേക്ക് ഡ്രോട്ട് ഡൗൺ ചെയ്തു, ബൈ ബാലൻസ് ഡ്രോട്ട്. ഇതാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും വരുന്ന പ്രധാനപ്പെട്ട ഐറ്റം. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിക്കാണുമെങ്കിൽ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഇനിയും +2 പരീക്ഷയ്ക്ക് മുമ്പ് +2ൻ്റെ ക്ലാസ്സുകൾ വരുന്നതായിരിക്കും.